പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലഹരിക്കെതിരെയുള്ള റിപ്പോർട്ടറിന്റെ പോരാട്ടം തുടരുകയാണ്. റിപ്പോർട്ടർ വാർ എഗെയിൻസ്റ്റ് ഡ്രഗ്സ്. ലഹരിയും വേണ്ട, ലഹളയും വേണ്ട. വളാഞ്ചേരിയിലെ ലഹരി സംഘങ്ങൾക്കിടയിലെ HIV വ്യാപനത്തിൽ റിപ്പോർട്ടർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. സിറിഞ്ചുകൾ ഉപയോഗിച്ച് ശരീരത്തിൽ നേരിട്ട് കുത്തിവെക്കുന്ന ബ്രൗൺ ഷുഗറിന്റെ വകഭേദമായ ടോമ എന്ന മാരക മയക്കുമരുന്നാണ് വളാഞ്ചേരിയിൽ വ്യാപകമായി വിൽക്കപ്പെടുന്നത്. വളാഞ്ചേരി നഗരമധ്യത്തിലടക്കം നിരവധി ഹോട്ട്സ്പോട്ടുകളിലാണ് ഇതിന്റെ ഉപയോഗവും വിൽപ്പനയും. വളാഞ്ചേരിയിലെ ലഹരിയുടെ വ്യാപനത്തോടൊപ്പം തന്നെ ആശങ്കപ്പെടുത്തുന്ന വാർത്തയായിരുന്നു HIV വ്യാപനം. എങ്ങനെയാണ് വളാഞ്ചേരിയിൽ ഇത്രയധികം ആളുകൾക്ക് HIV ബാധിതരായത്? അവർ ഉപയോഗിക്കുന്ന ലഹരികൾ ഏതാണ്? ബ്രൗൺ ഷുഗർ എന്നാണ് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. എന്നാൽ അത് മാത്രമല്ലെന്നുള്ളതാണ് നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ബ്രൗൺ ഷുഗറിൻ്റെ തന്നെ മറ്റൊരു ഇനമായ ടോമോ എന്ന ഒരു ലഹരിയാണ് വ്യാപകമായി സിറിഞ്ചുകളിലൂടെ കുത്തിവെക്കപ്പെട്ടത്. അത്തരം നിരവധി കേന്ദ്രങ്ങളാണ് വളാഞ്ചേരിയുടെ നഗരമധ്യത്തിൽ തന്നെ ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വളാഞ്ചേരി നഗരമധ്യത്തിലുള്ള നടക്കാവ് ആശുപത്രിക്ക് തൊട്ട് ചേർന്നുള്ളൊരു സ്ഥലത്താണ്. ഇവിടെ നമ്മൾ കണ്ട കാഴ്ചകൾ അത് പ്രേക്ഷകരിലേക്ക് കൂടി കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ എത്തിയതിൻ്റെ ഉദ്ദേശം. ആ ദൃശ്യങ്ങളോട് തന്നെ നമുക്കത് കാണാൻ സാധിക്കും. നഗരഹൃദയത്തിൽ തന്നെ കാട് മൂടി കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്തൂടെ നടന്നാൽ നമ്മളെ കാത്തിരിക്കുന്നത് നിരവധി ലഹരിയുടെ സ്ഥിരം കേന്ദ്രങ്ങളാണ്. ഇതാണ് ഒരു പ്രദേശം. പകലാണെങ്കിൽ പോലും ഇരുൾ മൂടിയ പ്രതീതിയാണ് ഇവിടെ എത്തുമ്പോൾ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുപോലെ സിറിഞ്ചുകളുടെ കവറുകളും സമാനമായ തന്നെ MDMA ഉപയോഗിച്ചതിൻ്റെയും അതുപോലെ തന്നെ MDMA ഫ്യൂം ചെയ്യുന്നതിനുണ്ട്. അഥവാ സിഗരറ്റ് ലാമ്പുകൾ പൊട്ടിച്ച് MDMA ഫ്യൂം ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന സിഗരറ്റ് ലാമ്പുകളടക്കം, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ലഹരി നിറയ്ക്കുന്ന പെട്ടികളടക്കമാണ്. അതിനോട് ചേർന്ന് തന്നെയുള്ള മറ്റൊരു സ്ഥലമാണിത്. കാണുമ്പോൾ പൂർണ്ണമായും കാട് പോലെ കിടക്കുമെങ്കിലും അതിനുള്ളിൽ ശരിക്കും ഒരു രഹസ്യ താവളം പോലെയാണ്. നമുക്ക് ഈ പോകുന്ന വഴിയിലൊക്കെ കാണാൻ കഴിയുന്നത് ചെറിയ ബോട്ടിലാണ്. ഈ ബോട്ടിൽ എന്ന് പറയുന്നത്, ഈ ബോട്ടിലാണ് ഇവിടെ വിൽക്കപ്പെടുന്ന ബ്രൗൺ ഷുഗറിൻ്റെ ഇനമായ ടോമോ വ്യാപകമായി തന്നെ വിൽക്കുന്നത്. അത്തരം നിരവധി ബോട്ടിലുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. പെട്ടെന്ന് ഒരാൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത രീതിയിലാണ് ഈ സ്ഥലമെന്നും പ്രത്യേകം പറയേണ്ടതുണ്ട്. കാരണം അത്തരം സ്ഥലത്താണ് ഇവർ വ്യാപകമായി തമ്പടിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യാപകമായ ലഹരി ഉപയോഗം നടക്കുന്നത്. ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് നിരവധി സിറിഞ്ചിൻ്റെ കവറുകൾ, അതുപോലെ തന്നെ ഈ ടോമ നിറയ്ക്കുന്ന ബോട്ടിലുകളുമാണ്. ഈ ബോട്ടിലുകൾ അല്പകാലത്തിനിടയിലാണ് ഇത്തരത്തിൽ വ്യാപകമായ ഈ രീതിയിലുള്ള വിൽപ്പന നടക്കുന്നത്. ഈ കാണുന്നതാണ് ഈ ബോട്ടിൽ എന്ന് പറയുന്നത്. ഇതിനൊരു ചെറിയ അടപ്പ് കൂടി ഉണ്ടാവും. ഈ കാണുന്ന അടപ്പും ഈ ബോട്ടിലാണ് ഒരു ബോട്ടിലിന് 300, 500, 1000, 1500 രൂപയൊക്കെയായി വ്യാപകമായ രീതിയിൽ വളാഞ്ചേരിയുടെ പരിസര പ്രദേശങ്ങളിൽ വിൽക്കപ്പെടുന്നത്. ഈ ടോമോ ഇത് വെള്ളം ചേർത്തുകൊണ്ട് അത് പിന്നീട് ശരീരത്തിൽ ഞരമ്പുകളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യാണ് ഇവർ ഈ ലഹരിക്ക് അടിമയായ ആളുകൾ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഒരാൾ തന്നെ ഒരു സിറിഞ്ച് തന്നെ പലതവണ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ വ്യാപകമായ രീതിയിൽ തന്നെ ഈ രോഗം പടരാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സിറിഞ്ച് ഉപയോഗിച്ചതിന് തന്നെ ഒരു കൂട്ടം ആളുകൾ നിരന്തരമായി ഉപയോഗിക്കുന്നു. മാത്രമല്ല ചില വിൽപ്പനക്കാർ ചെയ്യുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ അവർ ഒരു സിറിഞ്ച് സൂക്ഷിക്കുകയും പിന്നീട് നിരന്തരമായി സിറിഞ്ച് കിട്ടാത്ത സാഹചര്യം വരുമ്പോൾ 1-2 ദിവസം മുതൽ 10-15 ദിവസം വരെ ഒരേ സിറിഞ്ച് കൊണ്ട് തന്നെ അയാളിലേക്ക് വാങ്ങാനെത്തുന്ന ആളുകൾക്കൊക്കെ തന്നെ അതേ സിറിഞ്ച് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ലഹരി വിൽപ്പന നടത്തുന്നു എന്നുള്ളതാണ്. അടിയന്തരമായി ഇത്തരത്തിലുള്ള സങ്കേതങ്ങളെ പിടിച്ച് കെട്ടിയിട്ടില്ല എങ്കിൽ വലിയ തോതിൽ ഇത്തരത്തിൽ ലഹരി വ്യാപനവും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ HIV ബാധിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. മാത്രമല്ല നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശം, ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ ഇനി ഏതെങ്കിലും രീതിയിൽ അവിടെ നിന്ന് പോലീസ് വരികയാണെങ്കിൽ അവർ ഇറങ്ങി ഓടുന്ന പ്രദേശമാണ് എൻ്റെ പിറകിൽ കാണുന്നത്. അതിനടക്കം സജ്ജീകരണങ്ങൾ ഒരുക്കിയാണ് ഈ ലഹരി മാഫിയയുടെ പ്രവർത്തനം എന്നുള്ളതാണ്. അടിയന്തരമായി പോലീസും എക്സൈസും അടക്കമുള്ള സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ HIV ബാധിത എണ്ണം വലിയ അളവിലേക്ക് കൂടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ടോമോ എന്ന് പറയുന്ന ഈ പുതിയ ഇനം ലഹരി, ഇല്ലെങ്കിൽ ബ്രൗൺ ഷുഗറിൻ്റെ തന്നെ ഇനമായിട്ടുള്ള ഈ ലഹരി, ഇല്ലെങ്കിൽ ഒരു നമ്മളൊക്കെ നാട്ടിൽ പറയാറുള്ളത് പോലെയുള്ള ഒരു കളർപ്പൊടിക്ക് സമാനമായ രീതിയിലുള്ള ഈ പൊടി ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ വ്യാപകമായി തന്നെ ഇത്തരത്തിൽ ആളുകൾ ഉപയോഗിക്കുന്നത്. പല വിലയ്ക്ക് ഇത് വിൽക്കപ്പെടുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇതിൽ വിൽപ്പനക്കാർ എന്ന് പറയുന്നതും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഇപ്പോൾ ഈ HIV ബാധിച്ച ആളുകളിലും ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. അങ്ങനെയെങ്കിൽ ജില്ലയുടെ തന്നെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇതിനോടൊപ്പം തന്നെ രോഗം വ്യാപിപ്പിക്കുന്ന രീതിയിൽ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സാന്നിധ്യം
കൂടി കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുപൂറിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിബ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.